ിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്തിൻ്റെ തീരദേശ മേഖലകളിലും അതുപോലെ മലയോര മേഖലകളിലും മഴ നല്ലപോലെ തന്നെ പെയ്യുന്നുണ്ട്. ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് മലയോര മേഖലകളിലാണ്. ചാലിയാർ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥ വയനാട്ടിലും അതുപോലെ തന്നെ നീലഗിരിയിലും ഒക്കെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ചാലിയാറിൻ്റെ പോഷകനദികളൊക്കെ തന്നെ നിറഞ്ഞ അവസ്ഥയാണുള്ളത്. അത് വലിയ തോതിൽ തന്നെ ആശങ്കയുണ്ടാക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോഴും ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിച്ച വിവരപ്രകാരം ചാലിയാറിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് നിലമ്പൂർ മേഖലയിലും അതുപോലെ തന്നെ അരീക്കോട് മേഖലയിലൊക്കെ കര കവിയുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വണ്ടൂർ മേഖലയിൽ തോട് നിറഞ്ഞൊഴുകി ഒരുപാട് പേരെ അവിടെ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറം തിരൂർ റോഡിൽ വടക്കേ മണ്ണയിൽ മണ്ണിടിഞ്ഞ് 6 മണിക്കൂറോളം അവിടെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറെ നേരം ശ്രമഫലമായിട്ടാണ് മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൈനോട് വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് ഒരു വീട്ടമ്മതിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അവരെ രക്ഷിച്ചു. അവർ കാല് ഈ മണ്ണിനടിയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരൻ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ഒരു ദാരുണ സംഭവം ഉണ്ടായി. നീറാട് തോട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ഹമീദിൻ്റെയും നാദറുടെയും മകൻ ഐമനാണ് ഈ വെള്ളത്തിൽ വീണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ടതാണ് എന്നാണ് പ്രാഥമികമായിട്ട് കരുതുന്നത്. അതുപോലെ തന്നെ കൊണ്ടോട്ടിയുടെ അരീക്കോട് ഭാഗങ്ങളിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായെങ്കിലും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് സമയമായിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷേ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുമുണ്ട്. എന്താണെങ്കിലും അതീവ ജാഗ്രതയിലാണ് ജില്ല ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം ഓരോ തവണയും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നിലമ്പൂർ മേഖലയിൽ വലിയ ജാഗ്രത നൽകാറുണ്ട്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു മുൻകരുതലും അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലയെ ആശങ്കയിലാക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രം പെയ്യുന്ന മഴയല്ല. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിൽ പെയ്യുന്ന കനത്ത മഴയും നീലഗിരി ജില്ലയിൽ പെയ്യുന്ന കനത്ത മഴയും ഒക്കെ മലപ്പുറത്ത് ചാലിയാറിൽ വലിയ തോതിൽ തന്നെ വെള്ളം ഉയർത്താനൊരു സാഹചര്യം തീർക്കുന്നുണ്ട്. അതൊക്കെയാണ് മലപ്പുറത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നിലവിൽ മഴ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ റെഡ് അലർട്ട് തുടരുന്ന ഒരവസ്ഥയിൽ ജാഗ്രത നിലനിർത്തുകയാണ് അധികൃതർ. അതാണ് സാഹചര്യം. എന്തായാലും മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ അവസ്ഥയാണ് സൂചിപ്പിച്ചത്. വലിയ തരത്തിലുള്ള പ്രശ്നമാണ് അവിടെ നിലനിൽക്കുന്നത്. മലപ്പുറത്തിൻ്റെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ സലാലയിൽ നിന്നുള്ള വിമാനം കൊച്ചിക്ക് വഴിതിരിച്ചു വിട്ടു. കൈനോടും കോഡൂർ ചോലക്കല്ലിലും വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു. വണ്ടൂർ, പോരൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ചെട്ടിയാറമ്മലിലാണ് വീടുകളിൽ വെള്ളം കയറിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.